താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വെളിവാകുന്നത് സംഘപരിവാർ ഇടപെടലാണ്. സംഘടനയെ സാമുദായികമായി ചേരിതിരിക്കുവാനും അതിന് കോർപ്പറേറ്റുകളെ ഉപയോഗിക്കുവാനും ചിലർ ശ്രമിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ശ്വേതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. അമ്മയിലെ തർക്കത്തിന് സാമുദായിക നിറം നൽകാൻ തുടക്കത്തിലെ ശ്രമം നടന്നുവെന്നാണ് പല പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. അൻസിബ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന ടിനി ടോബിൻ്റെ ആരോപണം സംഘടനയിലെ വിഴുപ്പലക്കൽ മാത്രമാണെന്നായിരുന്നു തുടക്കത്തിൽ എല്ലാവരും കരുതിയത്. എന്നാൽ ഇതിലൊക്കെയും സംഘടിതമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം താരങ്ങൾ NDA സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തെത്തിയത് ഏറെ ചർച്ചയായിരുന്നു. അമ്മയുടെ സംഘടനാ നേതൃത്വത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ ഇതിനു പിന്നിൽ നടന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഒരു സ്വകാര്യ ക്ഷേത്രം അധികൃതർ 1 കോടി രൂപ അമ്മയ്ക്ക് സംഭാവന നൽകാൻ തയ്യാറായതായിരുന്നു സംഘടനയിലെ തർക്കങ്ങളുടെ തുടക്കം. ക്ഷേത്രമുടമയുടെ BJP കോർപ്പറേറ്റ് ബന്ധം എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇതിനിടെയാണ് BJP നേതാവ് പത്മജ മേനോന്റെ നിർണായക വെളിപ്പെടുത്തൽ ഒരു മാധ്യമം പുറത്തുവിട്ടത്. താരസംഘടനയ്ക്ക് 15 കോടി രൂപ സംഭാവന നൽകാൻ കോർപ്പറേറ്റ് ഭീമനായ അദാനി തയ്യാറായിരുന്നു എന്നായിരുന്നു BJP വനിതാ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. അമ്മയിലെ ആഭ്യന്തര കലഹത്തിന് പിന്നിലെ BJP ഇടപെടൽ തുറന്നുകാട്ടാൻ ഈ അഭിമുഖമാണ് ശ്വേതാവിരുദ്ധ പക്ഷം പിന്നീട് ഉയർത്തിക്കാട്ടിയത്. മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇതിനിടെ ശ്വേതാ മേനോനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ BJP നേതൃത്വം തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിൻ്റെ വാർത്താ സമ്മേളനം അമ്മയിലെ ശ്വേതാവിരുദ്ധ പക്ഷത്തിനുള്ള മുന്നറിയിപ്പായി മാറി. ശ്വേതാ മേനോൻ ഒരു ദേശീയവാദിയാണ് എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ശ്വേതാ മേനോൻ നരേന്ദ്രമോദിയുടെ ഭക്തയാണ് എന്നും അറിയാം. മാന്യമായ പക്വതയുള്ള ഒരു സമീപനമാണ് ഇന്നേ വരെ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ BJP അവലംബിച്ചിട്ടുള്ളത്. ആ മാന്യത സിനിമാ മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാർ പാലിക്കണമെന്നാണ് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സിനിമാ മുഖം മൂടി വെച്ച രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടു പക്ഷത്തായി അണിനിരന്നിരിക്കുന്ന താരങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. സംഘപരിവാർ അനുകൂലികളും വിരുദ്ധരും രണ്ടു പക്ഷത്തായി നിലയുറപ്പിച്ചു എന്നതാണ് അമ്മയിലെ പുതിയ സാഹചര്യം. താരസംഘടനയിലെ കേവലമായ അധികാരത്തർക്കം സാമുദായിക തർക്കമാക്കി മാറ്റാൻ സംഘപരിവാറിനും BJP അനുകൂല കോർപ്പറേറ്റുകൾക്കും കഴിഞ്ഞു എന്നർത്ഥം. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.